ഇശലൈക്യം സംഗീത സാഹിത്യവേദിയുടെ മെഹറിൻ്റെ പാട്ടും പാട്ടിൻ്റെ മെഹറും എന്ന പംക്തിയുടെ 5ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെഹറിൻ്റെ അബലയുടെ ആബലാതി എന്ന ഗാനമാണ്. വിഷയത്തിലേക്ക് കടക്കും മുമ്പ് നമുക്ക് മെഹറിൻ്റെ ഈ ഗാനത്തിലെ ഒരു 4 വരി ആദ്യം കേൾക്കാം. പട്ടിണിക്കാരൻ അയൽപക്കത്തിലുള്ളപ്പോൾ എന്നിൽ പെട്ടവർ വയർ നിറച്ചു തിന്നുപോരല്ല. പട്ടിണിക്കാരൻ അയൽപക്കത്തിലുള്ളപ്പോൾ എന്നിൽ പെട്ടവർ വയർ നിറച്ചു തിന്നുപോരല്ല. എന്നുരച്ചതൊക്കെയും മറന്നുപോയെന്നോ ലോകം നന്ദി കെട്ട മർത്യരാൽ നിറഞ്ഞതായെന്നോ. ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് മെഹർ തൻ്റെ അബലയുടെ ആവലാതി അവതരിപ്പിക്കുന്നത്. ദരിദ്രയായ ആ കുടുംബത്തിൻ്റെ ആവലാതിയിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഒരു വാക്യമാണ് കവി ഈ ഗാനത്തിലൂടെ എടുത്തുദ്ധരിക്കുന്നത്. പട്ടിണിക്കാരൻ അയൽപക്കത്തിലുള്ളപ്പോൾ എന്നിൽ പെട്ടവൻ വയർ നിറച്ച് തിന്നുന്നവരല്ല എന്നാണ് കവി തൻ്റെ വരികളിലൂടെ പറയുന്നത്. പ്രവാചകർ ഈ വിഷയം പറഞ്ഞത് വല്ലാഹി ലാ യൂമിൻ മൻ ബാത്ത ഷഅബാൻ വജാറഹു ജായ. അയൽപക്കത്ത് പട്ടിണിക്കാരനുള്ളപ്പോൾ വയർ നിറച്ച് ഭക്ഷിക്കുന്നവൻ ഒരു യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് പ്രവാചകർ പറഞ്ഞത് വല്ലാഹി പടച്ചവനെ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ടാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ലൈസൽ മൂമിനു അല്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബി. അയൽപക്കത്ത് അയൽവാസിയായ പട്ടിണിക്കാരനുള്ളപ്പോൾ വയറു നിറച്ച് ഭക്ഷിക്കുന്നവൻ യഥാർത്ഥ വിശ്വാസിയല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പം ഇങ്ങനെ അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷിക്കുന്നവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ മതത്തിലെ സമ്പന്നതയുള്ളവർ അയൽവാസികളുടെ പട്ടിണിയെ പരിഗണിക്കാതെ സുഭിക്ഷമായി ഭക്ഷിച്ച് സുഖലോലുപരായി ജീവിക്കുന്ന ആ അവസ്ഥയെയാണ് കവി ഇവിടെ വിമർശിക്കുന്നത്. അയൽപക്കക്കാരൻ പട്ടിണിക്കാരനാണെങ്കിൽ അവൻ്റെ വിശപ്പടക്കാനുള്ള വക അടുത്തുള്ള സമ്പന്നന് ബാധ്യതയാണ് എന്ന് പ്രവാചകർ പഠിപ്പിച്ചെങ്കിൽ അവിടെ അയൽപക്കത്തുള്ളവൻ ആര് എന്നത് പരിഗണനാർഹമേ അല്ല. ആ അവസ്ഥയിൽ തന്നെയാണ് മുസ്ലിം ലോകം അനുവർത്തിച്ചു വന്നത്. അയൽവാസി മുസ്ലിമാവാം, മുസ്ലിം അല്ലാത്തവനാവാം, ക്രിസ്ത്യനാവാം, ഹിന്ദുവാവാം, ജൂതനാവാം, പാഴ്സിയാവാം, മജൂസിയാവാം. അപ്പോൾ അയൽവാസി ആര് എന്ന പരിഗണന ഇല്ലാത്ത അവസ്ഥയിലാണ് പ്രവാചകന്റെ ഈ നിർദ്ദേശം എന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇസ്ലാമിക സോഷ്യലിസം തന്നെയാണ് അവിടെയും എന്ന് നാം മനസ്സിലാക്കുക. അതായത് അൽ ഇൻസാനു അഹുൽ ഇൻസാൻ, മനുഷ്യന്റെ സഹോദരനാണ് എന്നതാണ് ഇവിടെ കാഴ്ചപ്പാട്. അപ്പം ഇത്തരം ഒരു കാഴ്ചപ്പാട് പഠിപ്പിക്കപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ പോലും അവരുടെ സമ്പന്നതയിൽ സുഭിക്ഷമായി ഭക്ഷിക്കുമ്പോൾ അയൽപക്കത്ത് പട്ടിണി കിടക്കുന്നവരെ പരിഗണിക്കാതെ പോകുന്ന ആ അവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഒരു പട്ടിണിക്കാരിയായ അബലയുടെ ആവലാതി മെഹർ ഈ ഗാനത്തിലൂടെ വരച്ചു കാണിക്കുന്നത്.
കാത്തുമൂപ്പിച്ചുള്ള മാങ്ങ എന്ന ഇശലിലാണ് മെഹർ ഈ ഗാനം രചിച്ചിട്ടുള്ളത്. നമുക്ക് ഗാനത്തിൻ്റെ വരികളിലേക്ക് പ്രവേശിച്ചാൽ, കുഞ്ഞിമക്കൾ കഞ്ഞിയില്ലാതെ വലഞ്ഞല്ലോ, കഷ്ടം പഞ്ഞമായ കാലവും മാണഞ്ഞുപോയല്ലോ. കുഞ്ഞിമക്കൾ കഞ്ഞിയില്ലാതെ വലഞ്ഞല്ലോ, കഷ്ടം പഞ്ഞമായ കാലവും മാണഞ്ഞുപോയല്ലോ. കൊഞ്ചിടും എൻ പിഞ്ചു പൈതങ്ങൾ തളർന്നല്ലോ, കണ്ടാൽ നെഞ്ചകം പൊട്ടിപ്പിളർന്നൻ റൂഹ് പോണല്ലോ. മന്നവൻ തിരുനബിയാരിന്റെ ഉമ്മത്തിൽ ഇന്ന് അന്നമൂട്ടും നല്ലവർ കുറഞ്ഞു പോയെന്നോ. സത്യവും സാമത്വവും നിലനിർത്തുവാൻ ത്യാഗം മുത്തുനബിയും സഹാബും എത്ര ചെയ്തില്ല. പട്ടിണിക്കാരൻ അയൽ പക്കത്തിലുള്ളപ്പോൾ എന്നിൽ പെട്ടവർ വയർ നിറച്ചു തിന്നുവോരല്ല. എന്നുരച്ചതൊക്കെയും മറന്നു പോയെന്നോ, ലോകം നന്ദി കെട്ട മർത്യരാൽ നിറഞ്ഞതായെന്നോ. നല്ലവർ ഉമർ ഖലീഫ വാണ കൗമിന്റെ കൽബിൽ അല്ലലിൽ കരുണ ചെയ്തിടും ഗുണമില്ലേ. ചെറ്റ വീടെന്നും കരൾ കാരിഞ്ഞു കേഴുമ്പോൾ നിത്യം കൊറ്റിനില്ലാതെ ഉയിർ പിരിഞ്ഞു വീഴുമ്പോൾ കണ്ടിടിയിലും മിണ്ടിടാതെ പോകുവോരിന്ന് ഏറ്റം മണ്ഡലത്തിലുണ്ട് മുസൽമാനിലും ഇന്ന്. ധർമ്മവും നീതി മുസൽമാൻ കൈവെടിഞ്ഞെന്നോ, ഇസ്ലാം കർമ്മമെല്ലാം നാവിലായി തങ്ങി നിന്നെന്നോ. സങ്കടമുണർത്തിയിടുവാനാരുമില്ലല്ലോ, സങ്കടമുണർത്തിടുവാനാരുമില്ലല്ലോ. എൻ്റെ തങ്കനബി ത്വഹയും മറഞ്ഞു പോയല്ലോ. മുത്തുമാല കോർത്ത പോലിണങ്ങി നിന്നുള്ള പുഷ്പം രക്തബന്ധമറ്റതാൽ തളർന്നു പോണല്ലോ. ചുട്ടമരുഭൂമിയിലിട്ട ബിലാലിൻ്റെ ശബ്ദം കഷ്ടമിന്നു കേൾക്കുവാൻ ഇന്നാരുമില്ലെന്നോ. പട്ടിണിക്കാർ തൻ പിതാവായ നബിയുണ്ടായെങ്കിൽ കഷ്ടമിതു വന്നു സംഭവിച്ചിടുകില്ല. കണ്ണുനീർ തുടക്കുവാൻ കൈകളിന്നില്ല എങ്കിൽ മണ്ണിലിന്നീ ശൂന്യതയാണഞ്ഞിടുകില്ല. പിഞ്ചുമക്കൾക്കെന്തു ഞാൻ ഇന്നൊന്ന് നൽകുവാൻ റബ്ബേ, തഞ്ചമെന്തിരാവിലുള്ളിരുട്ട് നീങ്ങുവാൻ. പാതിരാവിൽ നീറി നീറി ഞാനുരക്കുന്നേ കേൾപ്പാൻ, യായിലായി നീയൊഴികോരുത്തരുമില്ലേ. പാതിരാവിൽ നീറി നീറി ഞാനുരക്കുന്നേ കേൾപ്പാൻ, യായിലായി നീയൊഴികോരുത്തരുമില്ലേ. കുഞ്ഞിമക്കൾ കഞ്ഞിയില്ലാതെ വലഞ്ഞല്ലോ, കഷ്ടം പഞ്ഞമായ കാലവും അണഞ്ഞു പോയല്ലോ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.